നോമ്പുതുറക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഈസി കായപ്പോളൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. അതിലോട്ട് കുറച്ച് കാഷ്യൂ നട്ട്സ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളർ ആകുമ്പോൾ അതിലോട്ട് റൈസിൻസും കൂടിയും കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് വറുത്തെടുക്കുക കേട്ടോ. അപ്പോൾ അതായത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഇനി ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ഒരു 4 എണ്ണം എടുത്തിട്ടുണ്ട്. അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് വാടാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഈ പഴമൊക്കെ നന്നായിട്ട് വേവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ പഴമൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലോട്ട് ഞാൻ 4 എഗ്ഗ് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ പഴം ചൂടാറിയതിന് ശേഷം നമുക്ക് ഈ ബൗളിലോട്ട് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലോട്ട് ഞാൻ 4 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി എഗ് മിക്സ് ഞാൻ പഴത്തിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. നന്നായിട്ട് ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ പഴത്തിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലോട്ട് ഞാൻ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള കാഷ്യൂസും റൈസിൻസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മുകളിൽ കുറച്ച് കാഷ്യൂസും റൈസിൻസും കാണുന്നത് നന്നായിരിക്കും. എന്നാൽ നമുക്കിത് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് വേണം വേവിക്കാൻ. ഒരു പഴയ പാൻ്റെ മുകളിലാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള കായ്പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്